വ്യക്തിത്വമാണ് ഉസ്താദ് അവർകൾ. കഴിയുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും എപ്പോഴും ഒരു ദിവസം എത്രയോ പരിപാടികൾ ബഹുമാനപ്പെട്ടവർകൾ പങ്കെടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് നമ്മൾക്ക് സന്തോഷിക്കാം. നമ്മുടെ നാട്ടിലേക്ക് ഉസ്താദ് അവർകൾ വന്ന് നമ്മെ അനുഗ്രഹിച്ച് നമ്മൾക്ക് ദുആ ചെയ്ത് ഇവിടുന്ന് പിരിഞ്ഞുപോയി. അൽഹംദുലില്ലാഹി അൽഫ മറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർകൾക്ക് പരിപൂർണമായ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹാനായ വലിയിന്റെ ഉറൂസ് സദസ്സിലാണ് നാം ഏവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും വിഷമങ്ങൾ അല്ലാഹു തആല തീർത്ത് സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ വലിയ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവന്റെ ഇഷ്ടദാസന്മാരാണ്. അല്ലാഹുവിന് വേണ്ടി മാത്രം ജീവിച്ചവരാണ്. അല്ലാഹുവിന് വേണ്ടി മാത്രം മരണപ്പെട്ടവരാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ചില്ലറക്കാരല്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളോട് കളിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറയുകയാണ്, എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യൽ കൊണ്ട് പ്രഖ്യാപിക്കുമെന്ന് ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു തആല നമ്മോട് പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവിന് മാത്രം ജീവിച്ചവരാണ്. അല്ലാഹുവിന് മാത്രം ഇവിടെ പ്രവർത്തിച്ചവരാണ്. ഒരുപാട് അഹിൽക്കാരെ ആ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് നയിക്കുകയും അതുപോലെ തന്നെ നേരായ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാം അല്ലാഹുവിലേക്ക് ഭാരമേൽപ്പിച്ചവരാണ് ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ കറാമത്ത് അത് കിതാബ് കൊണ്ടും ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത്, ഒരു വലിയന്റെ കറാമത്ത്, ആ കറാമത്ത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ കൂടി നമ്മോട് പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് അതാ ഒരു സദസ്സിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, അല്ല ഇവിടെ ആരുണ്ട്? ബൽക്കീസ് റാണിയുടെ കൊട്ടാരത്തിലുള്ള സിംഹാസനം ഈ എന്റെ ദർബാറിലേക്ക് കൊണ്ടുവരുന്നവർ ആരാ? ഈ ചോദ്യം അങ്ങ് ചോദിച്ചപ്പോൾ ഖുർആനിലുള്ള കിസ്സകളാണ്, ചരിത്രയാണ്. അവിടുന്ന് അതാ ഒരു ജിന്ന് പറഞ്ഞു, ഞാൻ അതാ ഇവിടുന്ന് ഇരുന്ന സ്ഥലത്തിൽ നിന്ന് നേൽക്കുന്നതിന് മുമ്പായി ആ ബൽക്കീസ് റാണിയുടെ ആ ഉള്ളിന്റെ ഉള്ളിലതാ ഭദ്രമായി വെക്കപ്പെട്ട ആ ബൽക്കീസ് റാണിയുടെ ആ സിംഹാസനമുണ്ടല്ലോ, അത് ഞാൻ തങ്ങളുടെ ദർബാറിലേക്ക് എത്തിച്ചു തരാം എന്നവിടുന്ന് ജിന്ന് ആ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഇല്ല, അത്ര സമയം പിടിക്കാൻ പറ്റൂല, അത്രയും സമയം ദീർഘമാകാൻ പറ്റൂല.
അതിന് വേഗത്തിൽ, അതിനേക്കാളും വേഗത്തിൽ ആരാണ് ഈ സദസ്സിലുള്ളവർ? ആ ബൽക്കീസ് റാണിയുടെ സിംഹാസനം ഇവിടെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ, എന്റെ ദർബാറിൽ എത്തിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് സദസ്സിലുള്ള ജനങ്ങളോടും ജിന്നുകളോടും അവിടുന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വിശ്വാസന്മാരിൽപ്പെട്ട, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ, ആ മഹാൻ അവിടുന്ന് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഓ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഓ നബിയേ, അങ്ങവിടുന്നതാ കണ്ണ് തുറന്ന് ചിമ്മുന്നതിന് മുമ്പായി, തങ്ങളുടെ കണ്ണ് തുറന്ന് ചിമ്മുന്നതിന് മുമ്പായി, അല്ലെങ്കിൽ കണ്ണ് ചെമ്മി തുറക്കുന്നതിന് മുമ്പായി അതാ ബൽക്കീസ് റാണിയുടെ എത്രയോ ദൂരമുള്ള അതാ ഷാമിൽപ്പെട്ട അല്ലെങ്കിൽ യമനിൽപ്പെട്ടതാ എത്രയോ ദൂരമുള്ള ആ നാട്ടിലുള്ള ആ ഒരു സിംഹാസനം, ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം അതാ ഞാൻ കൊണ്ടുവരാം. ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു അവിടുന്നതാ പറയുകയാണ്, ഓ നബിയേ, എത്രയോ ദൂരമുണ്ട് നടന്നു പോകാൻ. ഇപ്പൊ സാധാരണ നടന്നു പോകലാണ്, അല്ലെങ്കിൽ ഒട്ടകത്തിൽ പോകലാണ്. ഇന്നത്തെ പോലെ വിമാനങ്ങളും അതുപോലെ തന്നെ കാറുകളും ട്രെയിനുകളും ഹെലികോപ്റ്ററുകളും ഇല്ലാത്ത ഒരു സമയത്ത് വെറും ഒട്ടകങ്ങളും അതുപോലെ തന്നെ കുതിരകളും അതുപോലെ തന്നെ കാൽനടയായിട്ടും പോകുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഓ നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ആ ബൽക്കീസ് രാജ്ഞിയുടെ ആ സിംഹാസനമുണ്ടല്ലോ, അവിടുത്തെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഭദ്രമായി അവിടുന്ന് സൂക്ഷിക്കപ്പെട്ട ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം തങ്ങളതാ കണ്ണ് ചെമ്മി തുറക്കുന്നതിന് മുമ്പായി അതാ അവിടുന്നതാ തങ്ങളുടെ ദർബാറിലേക്ക് ഞാൻ കൊണ്ടുവന്ന് തരാം. ബഹുമാനപ്പെട്ട ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മാത്രമല്ല, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാനാണ് എല്ലാം ചെയ്യുന്നവൻ, ഒരു നാട്ടിൽ ഞാനാണ് എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നവൻ എന്ന് പറയുന്ന വ്യക്തികൾ ഉണ്ടാകും. എന്നെ കൊണ്ട് മാത്രമാണ് ഇവിടെ നടക്കുന്നത്, എല്ലാ കാര്യങ്ങളും നടക്കുന്നത് എന്നെ കൊണ്ട് മാത്രമാണെന്ന് പറയപ്പെടുന്നവർ ഉണ്ടാകാം. പക്ഷേ ഒന്നും അവർ ചെയ്യുകയില്ല. ഞാൻ ചെയ്യും, എല്ലാം ഞാൻ ചെയ്യുന്നവനാണ്, ഞാനില്ലാതെ ആ നാട്ടിൽ ഒന്നും നടക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടെ ചെയ്യാതെ വെറും വാക്കല്ല ബഹുമാനപ്പെട്ട ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു അൻഹു ചെയ്തത്, അതാ ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ അതാ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട അവിടുന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട ആ സിംഹാസനമുണ്ടല്ലോ, അതാ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് കണ്ണ് ചെമ്മി തുറക്കുന്നതിന് മുമ്പായി ആസഫ് ഇബ്നു ബർഖിയ റളിയല്ലാഹു തആല അൻഹു ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദർബാറിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കറാമത്ത് അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത് അത് പരിശുദ്ധമായ ഖുർആനിലുണ്ട്.
പരിശുദ്ധമായ ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ, മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരുപാട് കറാമത്തുകൾ പരിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഗർഭം ചുമക്കുന്നു. മറിയം ബീബി റളിയല്ലാഹു അൻഹക്ക് വിവാഹം കഴിച്ചിട്ടില്ല, വിവാഹമുണ്ടായിട്ടില്ല. സാധാരണ ഇവിടെ മക്കളുണ്ടാകണമെങ്കിൽ വിവാഹം കഴിച്ചു ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെട്ടാൽ മാത്രമേ ഇവിടുന്ന് മക്കളുണ്ടാവുകയുള്ളൂ. പക്ഷേ മറിയം ബീബി റളിയല്ലാഹു അൻഹക്ക് വിവാഹമായിട്ടില്ല, വിവാഹിതയല്ല. ആ മറിയം ബീബി റളിയല്ലാഹു അൻഹാ അവിടുന്ന് ഗർഭിണിയായി. അപ്പൊ ഗർഭിണിയായപ്പോൾ ജനങ്ങളെല്ലാം പറയാൻ തുടങ്ങി, മറിയം ഗർഭിണിയായിട്ടുണ്ട്, വിവാഹം കഴിച്ചിട്ടില്ല, അനൈതികമായ എന്തെങ്കിലും സംബന്ധങ്ങൾ ഉണ്ടായിട്ടാണോ മഹദിയായ മറിയം ബീബി റളിയല്ലാഹു അൻഹ അവിടുന്ന് ഗർഭം ചുമന്നത് എന്ന് ജനങ്ങളുടെ ഇടയിൽ അവിടുന്ന് സംസാരമായി. ആ സമയത്ത് അവിടുന്ന് മറിയം ബീബി റളിയല്ലാഹു അൻഹ വളരെ ബേജാറായി. ജനങ്ങളെല്ലാം എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, മറിയം ബീബി ഗർഭിണിയായിട്ടുണ്ട്, ജനങ്ങൾ എന്തൊക്കെയോ അവിടുന്ന് പറയുന്നുണ്ട്. വളരെ അധികം ബേജാറായപ്പോൾ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുകയാണ്, ഓ മറിയം ബീവിയേ, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ ബേജാറാകരുത്, നിങ്ങൾ ഒരു വിഷമവും പടരുത്, ഒരു പേടിയും പേടിക്കരുത്, നിങ്ങളൊന്നും ചെയ്യരുത്, ഒരു പേടിയും പേടിക്കണ്ട. നിങ്ങളതാ ഈത്തപ്പഴ മരത്തിന്റെ താഴെ പോയി ഉണങ്ങിയ ഈത്തപ്പഴ മരമുണ്ട്, ആ മരമൊന്ന് പിടിച്ച് ആ മരമൊന്ന് കൊലുക്കുക എന്നവിടുന്നതാ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് നിർദ്ദേശിക്കുകയും ആ മരത്തിന്റെ താഴെയുള്ള പുഴയുണ്ടല്ലോ, ആ പുഴയിൽ നിങ്ങളതാ ആ പുഴയിൽ നിന്ന് വെള്ളമെടുത്തു കുടിക്കുക. മഹദിയായ മറിയം റളിയല്ലാഹു അൻഹ അവിടുന്നതാ വണങ്ങിയ മരം അവിടുന്ന് പിടിച്ചു കുലുക്കിയപ്പോൾ ആ മരം പച്ചയായി, അതിൽ നിന്നതാ ഈത്തപ്പഴം കിട്ടി. ആ ഈത്തപ്പഴം മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഭക്ഷിക്കുകയും അവിടുന്നതാ ആ തൊട്ടടുത്തുള്ള പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് ഗർഭിണിയായ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടുന്നതാ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രസവിക്കുകയും ചെയ്തു. പ്രസവിച്ചപ്പോൾ പിന്നെയും കുത്തുവാക്കുകളാണ്. അതാ മറിയം പ്രസവിച്ചിട്ടുണ്ട്, മറിയംക്ക് വിവാഹം കഴിച്ചിട്ടില്ല എന്ന് ജനങ്ങൾ അവിടുന്നതാ സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്തും അല്ലാഹു മറിയം ബീവി റളിയല്ലാഹു അൻഹയെ വിളിച്ചു പറയുകയാണ്, ഓ മറിയമേ, നിങ്ങളതാ നാട്ടിൽ പോവുക, ഈ സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ നാട്ടിലേക്ക് പോവുക, ജനങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട. എന്നിട്ടതാ നിങ്ങൾ ആരോടും സംസാരിക്കരുത്,
നിങ്ങളോട് ജനങ്ങൾ ചോദിക്കും, ഈ കുട്ടി എങ്ങനെയാണ് ഉണ്ടായത്, ഈ കുട്ടിയെ എങ്ങനെയാണ് നീ പ്രസവിച്ചത്, എങ്ങനെയാണ് ഗർഭം ധരിച്ചത് എന്ന് ജനങ്ങൾ നിന്നോട് ചോദിച്ചാലും നീ അതാ ഒരു മറുപടിയും പറയാൻ പോകണ്ട, ഒരു ഉത്തരവും നീ നൽകണ്ട. നീ ആ കുട്ടിയുടെ ഭാഗത്തേക്ക് കൈ ചൂണ്ടിയാൽ മതി, കുട്ടിയുടെ ഭാഗത്തേക്ക് നീ കൈ ചൂണ്ടിയാൽ മതി. സംസാരിക്കരുത്, ആരോടും നീ സംസാരിക്കരുത്. നീ അതാ ജനങ്ങളോട് നീ കുട്ടിയുടെ ഭാഗത്തേക്ക് സൂചിപ്പിച്ചാൽ മതി, നിന്റെ കൈ ചൂണ്ടിയാൽ മതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് അവിടുന്നതാ കൽപ്പിച്ചപ്പോൾ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടുന്നതാ കൈ ചൂണ്ടുകയാണ്. ജനങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് നീ ഗർഭിണിയായത്, എങ്ങനെയാണ് നീ പ്രസവിച്ചത്, നിനക്കെങ്ങനെയാണ് കുട്ടിയുണ്ടായത് എന്നവിടുന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് ജനങ്ങൾ ചോദിച്ചപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹ കുട്ടികളിലേക്ക് അവിടുന്നതാ ജനങ്ങളിലെ കുട്ടിയിലേക്ക് കൈ ചൂണ്ടുന്നു, കുട്ടിയിലേക്ക് കൈ കാണിക്കുന്നു. അപ്പോഴാണ് അത്ഭുതം. സുബ്ഹാനല്ലാഹ്, കുട്ടി പറയുകയാണ്, സംസാരിക്കാൻ ശേഷിയില്ലാത്ത ഇന്നലെയോ മുഞ്ഞാന്നോ പ്രസവിക്കപ്പെട്ട കുട്ടി, ആ കുട്ടി അതാ പറയുകയാണ്, ഇന്നി അബ്ദുല്ലാഹ്, ഇന്നി അബ്ദുല്ലാഹ്. ഓ ജനങ്ങളെ, എന്റെ ഉമ്മയെക്കുറിച്ച് നിങ്ങൾ ഇല്ലാത്ത പല അനാവശ്യങ്ങളും പറഞ്ഞു, എന്റെ ഉമ്മയെക്കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിച്ചു, എന്റെ ഉമ്മയെ നിങ്ങൾ വേശ്യയാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. വാപ്പയില്ലാതെ എന്റെ ഉമ്മയോട് ആരും ബന്ധപ്പെടാതെ അല്ലാഹു അതാ അവിടുന്ന് ഡയറക്റ്റായിട്ട് നൽകിയ കുട്ടിയാണ്. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് എന്റെ ഉമ്മയെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. എന്റെ ഉമ്മ അതാ അല്ലാഹുവിന്റെ വലിയിൽപ്പെട്ട വലിയ വലിയാണ്, നിങ്ങൾ അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത് എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം കൊച്ചു കുഞ്ഞായ ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്നതാ ജനങ്ങളോട് മറുപടി പറഞ്ഞ ഈ സംഭവം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പഠിപ്പിച്ചില്ലേ. അതുകൊണ്ട് ധാരാളം ഔലിയാക്കളുടെ കറാമത്തുകൾ, ഔലിയാക്കളുടെ വിശേഷതകൾ ആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത് എത്രയാണ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കറാമത്തുകൾ എത്രയാണ്. ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാൻ വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തുകൾ എത്രയാണ്. അതെല്ലാം ഈ നാട്ടുകാരും ഈ നാട്ടിന്റെ പരിസരത്തുമുള്ളവർ എല്ലാം എല്ലാം അനുഭവിച്ചവരാണ്. എന്നെക്കാളും കൂടുതൽ ഇവിടെ അനുഭവിച്ച നമ്മുടെ വ്യക്തികൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ ഉമ്മമാരുണ്ട്, പാപ്പന്മാരുണ്ട്. ഇവിടുത്തെ കറാമത്തുകൾ അവർ പറഞ്ഞു തരുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു അവിടുത്തെ കറാമത്തുകൾ വളരെയധികമുണ്ട്. ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും അതാ മരിക്കേണ്ടവരാണ്. ഒരു മനുഷ്യൻ ജനിച്ചാൽ അവനിക്ക് മരണം നിർബന്ധമാണ്. ഇന്ന് കണ്ടില്ലേ, പല സ്ഥലങ്ങളിലും പല സമയത്തും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ്? അപകടങ്ങളാണ്. വാഹനം അപകടം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് സിദ്ദീഖ് റസ്വി എന്ന് പറയുന്ന
ഒരു പണ്ഡിതൻ അവിടുന്ന് മരണപ്പെട്ടു പോയി. ഇസ്മത്ത് ആയിഷ എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോൾ അവിടുന്ന് വാഹന അപകടത്തിൽ മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ പേരമുകർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് 2 വാഹനങ്ങൾ കൂട്ടിയടിച്ചപ്പോൾ അവിടുന്ന് റോഡിന്റെ അരികിൽ നിൽക്കുന്ന ഒരു യുവാവ് മരണപ്പെട്ടു പോയി. എത്ര മരണങ്ങളാണ് കേരളത്തിൽ! 2 ഫൈസിമാർ അവർ ബിരുദമെടുക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ആ സമയത്ത് അതാ അപകടത്തിൽ ഒരു പണ്ഡിതൻ മുമ്പേ മരിക്കുകയും അതിന്റെ ശേഷം ഇന്നലെ ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നിച്ച് ആക്സിഡന്റായ മറ്റൊരു സ്നേഹിതനും മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഏവരും മരിക്കേണ്ടവരാണ്. നാം ഇവിടെ കാലകാലം ജീവിക്കേണ്ടവരല്ല. മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഈ ലോകത്തിലേക്ക് നീ വന്നിട്ടുള്ളത് എങ്ങനെയാണ്? ഈ ലോകത്തിലേക്ക് നീ വന്നിട്ടുള്ളത് അതാ ഒരു യാത്രക്കാരനെ പോലെയാണ്. ഒരു യാത്രക്കാരനെ പോലെയാണ്. യാത്രക്കാരൻ ഇന്ന് ഇവിടെ ഉണ്ടായാൽ നാളെ മറ്റൊരു സ്ഥലത്തുണ്ടാകും. ഇന്ന് ഈ സ്ഥലത്തുണ്ടായാൽ നാളെ പിന്നൊരു സ്ഥലത്തുണ്ടാകും, പിന്നെ പിന്നൊരു സ്ഥലത്തുണ്ടാകും. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അല്ലെങ്കിൽ നീ ഒരു യാത്രക്കാരനെ പോലെയാകണം. അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡില്ലതാ ബസ് കാക്കുന്ന ഒരു വ്യക്തിയെ പോലെയാകണം. ബസ് വെയിറ്റ് ചെയ്യുന്ന ഒരാളെ പോലെ നീയാകണം. ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് 2 ആളെ പോലെ നീയാകണം. ഒന്ന്, ഒരു മരത്തിന്റെ അടിയിൽ നീ താമസിക്കുന്നവനെ പോലെയാകണം. അല്ലെങ്കിൽ നീ വഴിയാത്രക്കാരനെ പോലെയാകണം. എന്ന് പറഞ്ഞാൽ അത്ര സമയം മാത്രമേ ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുള്ളത്. ഒരു മരത്തിന്റെ തണലിൽ നമ്മൾ എത്ര സമയം നമ്മൾ താമസിക്കും? കുറച്ചേ സമയം താമസിക്കും. നമ്മൾ ഒരു റാഹത്തെടുക്കാൻ വേണ്ടി, ക്ഷീണം തീർക്കാൻ വേണ്ടി നടന്നു വരുമ്പോൾ നമ്മുടെ ക്ഷീണം മാറാൻ വേണ്ടി നമ്മൾ ഒരു മരത്തിന്റെ അടിയിൽ ഇരിക്കും. അല്ലെങ്കിൽ ഒരു ബസ് വരാൻ വേണ്ടി ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഇരിക്കും. എന്നതുപോലെയാകണം നിന്റെ ദുനിയാവിന്റെ ജീവിതം. ആ ജീവിതം എങ്ങനെയാണ്? എപ്പോഴും നിന്റെ ആ നഫ്സുണ്ടല്ലോ, അത് ഖബറാളികളുടെ കൂട്ടത്തിൽ നീ പെടുത്തണം. ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മരിക്കുന്നവനാണ്. മരിച്ചു കഴിഞ്ഞാൽ ആരാറുമില്ലാത്ത ആ 6 അടി മണ്ണിൽ എനിക്കവിടെ താമസിക്കാനുണ്ട്. അവിടെ എനിക്ക് വസിക്കാനുണ്ടുള്ള ചിന്ത നിന്റെ ഖൽബിൽ എപ്പോഴും ഉണ്ടാകണം എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മരണം അത് ചെറിയ ആളാണോ അല്ലെങ്കിൽ വലിയവനാണോ, സ്ത്രീയാണോ അല്ലെങ്കിൽ പുരുഷനാണോ, കരുത്തവനാണോ വെളുത്തവനാണോ എന്ന് മരണത്തിനിക്കില്ല. പാവപ്പെട്ടവനാണോ അല്ലെങ്കിൽ പണക്കാരനാണോ, ഒരു നാട്ടിൽ വലിയ പേരുള്ളവനാണോ അല്ലെങ്കിൽ ആരും ഗണിക്കാത്ത ബഹുമാനിക്കാത്ത ഒരു വ്യക്തിയാണോ എന്ന് മരണത്തിനിക്കില്ല. ആ മരണം വന്നാൽ ഒരു നിമിഷം പോലും അല്ലാഹു നിന്നെ പിന്തിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണം നമ്മൾക്ക് എപ്പോഴാണ് അവിടെ നിന്ന് കണക്കാക്കുന്നത്, അത് അപ്പോൾ തന്നെ സംഭവിക്കും.
അത് ചെറിയ വ്യക്തികളോ വലിയ വയസ്സുകാരോ ചെറിയ വയസ്സുകാരോ എന്ന് കണക്കില്ല. അതുകൊണ്ട് നാം എപ്പോഴും ആ മരണത്തിന് ഓർത്തുകൊണ്ടേയിരിക്കണം. ഈ പരിശുദ്ധമായ റജബ് മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൽ നമ്മൾക്ക് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വരുന്ന ഒരു ബൈക്കിന്റെ താക്കോൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആരുടെയെങ്കിലും ഇവിടെ കാണാതെ ആയിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെടുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റജബ് മാസം അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്ത മാസമാണ്. ഈ മാസത്തിൽ അല്ലാഹു തആല നമ്മൾക്ക് ധാരാളം ബറക്കത്ത് ചെയ്യുന്നു. വരുന്ന മാസത്തിൽ അല്ലാഹു തആല നമ്മൾക്ക് ധാരാളം ബറക്കത്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ പരിശുദ്ധമായ റമളാൻ മാസം, ആ റമളാൻ മാസത്തിനെ സ്വാഗതം ചെയ്യാനുള്ള 2 മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അതിനെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് ഇബാദത്തുകളെ കൊണ്ട്, ദിക്റുകളെ കൊണ്ട്, സ്വലാത്തുകളെ കൊണ്ട്, മറ്റുള്ള ആരാധനകളെ കൊണ്ട് നമ്മൾ ധന്യമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രക്കാരിൽ പെടുത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ ഉറൂസിന് വേണ്ടി പലരും പല നിലക്കും ഇവിടെ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്, പല നിലക്കും ഇവിടെ അധ്വാനിച്ചിട്ടുണ്ട്. ശരീരങ്ങളെ കൊണ്ട് അധ്വാനിച്ചവരുണ്ട്, അതുപോലെ തന്നെ പണം കൊണ്ട് അധ്വാനിച്ചവരുണ്ട്, മനസ്സുകൊണ്ട് അധ്വാനിച്ചവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ തക്കതായ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ സദുദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. റഹ്മുർ-റഹീമായ അല്ലാഹ്, ഇവിടെ മറപ്പെട്ടു കിടക്കുന്ന മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹ് നീ നമ്മളെ വിജയികളെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ. നമ്മളെ നീ ഫായിസിങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. റഹ്മുർ-റഹീമായ അല്ലാഹു, ഈ ഉറൂസിന്റെ പരിപാടിക്ക് വേണ്ടി ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, സഹകരിച്ചിട്ടുണ്ടോ, എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാനെ. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ റഹ്മാനെ. അവരുടെ എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ നൽകണേ അല്ലാഹ്. റഹ്മുർ-റഹീമായ അല്ലാഹ്, ഇവിടെ ബറക്കത്ത് എടുക്കുന്ന ബഹുമാനപ്പെട്ട വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ റഹ്മാനേ, ആയുസ് ദീർഘമാക്കണേ അല്ലാഹ്. അവരുടെയും നമ്മുടെയും ശരീരത്തിലുള്ള എല്ലാ രോഗാണുകളും നീ നീക്കിത്തരണേ റഹ്മാനേ. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ആൾക്കാർ ഇവിടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, നേർച്ചയാക്കിയവരുണ്ട്. ഇന്ന് നമ്മുടെ പരിസരത്തിൽ നിന്ന് സന്തൽ വഴി പല അരിസാധനങ്ങളും അതുപോലെ തന്നെ പല വസ്തുക്കളും ഇവിടെ എത്തിച്ചവരുണ്ട്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. അവരുടെ എല്ലാ കാര്യത്തിലും നീ ബർക്കത്തേറ്റ് കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. അവരുടെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, അവർക്ക് നീ സന്തോഷം നൽകണേ അല്ലാഹ്. അവരിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർ, അവരുടെ ഖബർ നീ സ്വർഗ്ഗത്തോപാക്കണേ അല്ലാഹ്. റഹ്മുർ-റഹീമായ അല്ലാഹുവേ, ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകണേ റഹ്മാനേ. അല്ലാഹ്, അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാഹ്. നമ്മുടെ സഹോദര സഹോദരിമാർക്ക് നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ. റഹ്മുർ-റഹീമായ അല്ലാഹുവേ,
അല്ലാ നമ്മുടെ ഈമാൻ നീ സലാമത്താക്കണേ അല്ലാ, നമ്മുടെ ഖൽബ് നീ ശുദ്ധീകരിക്കണേ റഹ്മാനേ. വേണ്ടാത്ത ചിന്തകളിൽ നിന്ന്, വേണ്ടാത്ത കിബ്റ്, ഉജ്ബ്, അസൂയ പോലത്തെ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ഖൽബിനെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. റഹ്മുറാഹിമായ അല്ലാഹ്, നമ്മുടെ സദസ്സിൽ ഒരുപാട് വയസ്സന്മാരുണ്ട്, കുട്ടികളുണ്ട്, യുവാക്കളുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറകത്തും നൽകണേ റഹ്മാനേ. റഹ്മുറാഹിമായ അല്ലാഹ്, ഈ ഉറൂസിന് വേണ്ടി എല്ലാവരും ഇവിടെ അധ്വാനിച്ചിട്ടുണ്ട്. അവർക്ക് നീ സ്വർഗത്തിൽ അവരുടെ കൂടെ ചേരാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനേ. ഹബീബായ മുത്തുനബിയുടെ ശഫാത്തിൽ ഉളുമയിൽ നമ്മേവരെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു